ഒരളവ് മാത്രം ഉൾപ്പെടുന്ന പ്രശ്നങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന സമവാക്യങ്ങളും നമ്മൾ 8ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അളവുകളുടെ വർഗങ്ങൾ ഉൾപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടി വരും. അതെങ്ങനെ പരിഹരിക്കും എന്നതാണ് നമ്മുടെ ചിന്ത. അത്തരത്തിലുള്ള ഒരു പ്രായോഗിക പ്രശ്നം നോക്കാം. സമചതുരാകൃതിയിലുള്ള കട്ടിക്കടലാസിന്റെ 4 മൂലകളിൽ നിന്നും ഓരോ ചെറിയ സമചതുരം മുറിച്ചു മാറ്റി മേലോട്ട് മടക്കി ഒരു പെട്ടി ഉണ്ടാക്കണം. പെട്ടിയുടെ ഉയരം 5 സെന്റിമീറ്ററും ഉള്ളളവ് 1/2 ലിറ്ററും വേണം. ആദ്യം എടുക്കേണ്ട സമചതുരത്തിന്റെ വശം എത്രയായിരിക്കണം? ആദ്യം നമുക്ക് സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ് ഷീറ്റ് എടുക്കാം. ഈ കാർഡ് ഷീറ്റിന്റെ ഒരു വശം X എന്നെടുക്കാം. ഇതിന്റെ 4 മൂലകളിൽ നിന്നും ഓരോ സമചതുരം മുറിച്ചു മാറ്റിയ ശേഷം ബാക്കി ഭാഗങ്ങൾ മുകളിലോട്ട് മടക്കിയാണ് പെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടിയുടെ ഉയരം എന്തായിരിക്കും? ഇത് മുറിച്ചു മാറ്റിയ സമചതുരത്തിന്റെ ഒരു വശമാണെന്ന് വ്യക്തമാണല്ലോ. പെട്ടിയുടെ ഉയരം 5 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മുറിച്ചു മാറ്റേണ്ടുന്ന സമചതുരത്തിന്റെ ഒരു വശം 5 സെന്റിമീറ്റർ ആണെന്ന് ഉറപ്പിക്കാം. ആദ്യ സമചതുരത്തിന്റെ ഒരു വശം X ആയിരുന്നുവല്ലോ. എല്ലാ മൂലകളിൽ നിന്നും 5 സെന്റിമീറ്റർ സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാൽ പെട്ടിയുടെ ഒരു വശത്തിന്റെ നീളം എത്ര വരും? പെട്ടിയുടെ ഒരു വശം സമം X മൈനസ് 2 × 5 സമം X മൈനസ് 10 സെന്റിമീറ്റർ. അതായത് പെട്ടിയുടെ നീളം സമം X മൈനസ് 10, വീതി X മൈനസ് 10, ഉയരം സമം 5. വ്യാപ്തം സമം നീളം ഗുണം വീതി ഗുണം ഉയരമാണല്ലോ. അപ്പോൾ പെട്ടിയുടെ വ്യാപ്തം സമം X മൈനസ് 10 × X മൈനസ് 10 × 5 സമം 5 × X മൈനസ് 10 ഹോൾ സ്ക്വയർഡ്. വ്യാപ്തം സമം 1/2 ലിറ്റർ സമം 500 ഘന സെന്റിമീറ്റർ ആണല്ലോ. അതായത് 5 × X മൈനസ് 10 ഹോൾ സ്ക്വയർഡ് സമം 1/2 ലിറ്റർ. 5 × X മൈനസ് 10 ഹോൾ സ്ക്വയർഡ് സമം 500 ഘന സെന്റിമീറ്റർ. X മൈനസ് 10 ഹോൾ സ്ക്വയർഡ് സമം 100. X മൈനസ് 10 സമം 10 അല്ലെങ്കിൽ മൈനസ് 10. X സമം 10 പ്ലസ് 10 സമം 20 സെന്റിമീറ്റർ. അതായത് ആദ്യം എടുക്കുന്ന സമചതുരത്തിന്റെ ഒരു വശം സമം 20